ഇത് കണ്ട് ഇന്ന് രാവിലെ ചോറായിരുന്നു എന്ന് ചോദിക്കണ്ട, കാരണം ഇത് ഉച്ചത്തേക്കുള്ള ചോറ് ഇപ്പോഴേ വെക്കുന്നതാണ്. കോളേജിലെ ക്യാമ്പായതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തീർക്കലാണ് ഞങ്ങളുടെ പരിപാടി. ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറയുന്നത് കേട്ട് കേട്ട് നിങ്ങൾക്ക് മടുത്തു കാണും, എന്നാലും ഞാൻ പറയും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. പിന്നെ നേരെ വിട്ടത് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്കാണ്. അവിടെയുള്ള പലതും കാണുമ്പോൾ നമുക്ക് വാങ്ങണമെന്ന് തോന്നും, എന്നാൽ എൻ്റെ കൈ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങില്ല. നിങ്ങളുടെ കൈ പൈസ ഉണ്ട്, നിങ്ങൾ വാങ്ങിക്കോളൂ. പിന്നെ അത്താണി പാലിയേറ്റീവ് സെന്ററിൽ നിന്ന് വന്ന രണ്ടാളുകൾ ഞങ്ങൾ ക്ലാസ് എടുത്തു തന്നു. ഇവർ ഞങ്ങൾക്ക് പേപ്പർ കൊണ്ടൊക്കെ പെന്നും മറ്റും ഒക്കെ ഉണ്ടാക്കാന്നൊക്കെ പഠിപ്പിച്ചു തന്നു. പിന്നെ ഈ ചൂടിനൊന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു. പിന്നെ സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ബി.എഡിലെ സാറിനെ കാണുന്നത്. സാറുള്ളപ്പോൾ ഫുൾ വൈബായിരുന്നു, അതുകൊണ്ട് തന്നെ പോകുന്നതിൽ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. അങ്ങനെ എന്തായാലും ഇവരെടുത്ത ക്ലാസ് അവസാനിച്ചു. അങ്ങനെ ചോറ് തിന്നാൻ പോയതാണ്. അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. വിശന്നാൽ എന്തെങ്കിലും തിന്നാൽ മതിയല്ലോ, അതിപ്പോൾ ചോറാവണമെന്നൊന്നുമില്ലല്ലോ. പിന്നെ ഇതിനെന്താ കുഴപ്പം? പരിപാടി തീരാൻ ഇനി 2 ദിവസമേ ഉള്ളൂ. എന്നാൽ ഇപ്പോഴാണ് നോട്ടീസ് റെഡിയാക്കി എടുത്തത്. പിന്നെ ഫ്രീ ആയതുകൊണ്ട് നേരെ വിട്ടത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. സൂര്യൻ എന്തായാലും ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ച് പോകാനുള്ള പുറപ്പാടിലാണ്. ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് നിർത്തിയപ്പോൾ ഈ പുള്ളിക്കാരൻ മുടി വാരുകയാണ്. ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ പിന്നെ ഞാനൊരു വീഡിയോ അങ്ങ് എടുത്തു. ബീച്ചിൽ പൂളുണ്ട്, കല്ലുകൊണ്ട് നിർമ്മിച്ച എന്തൊക്കെയോ രൂപങ്ങളുണ്ട്, പിന്നെ കുറെ കടകളുണ്ട്, പിന്നെ എന്തൊക്കെയോ അങ്ങനെ കിടക്കുന്നു. എന്തായാലും ബീച്ച് അങ്ങനെ വിശാലമായി പരന്നു കിടക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ തലപൊക്കി നിൽക്കുന്ന പുള്ളിയെ ശ്രദ്ധിച്ചത്. അതെ, നമ്മുടെ ഒട്ടകം തന്നെ. പിന്നെ ഞാൻ കുറച്ചു നേരം കടലിലെ തിര എണ്ണിയിരുന്നു. ആ സമയത്തും പുള്ളിക്കാരൻ ഭയങ്കര ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. എന്താ അവൻ്റെ ജാട, നമ്മളൊന്നും മൈൻഡ് കൂടി ചെയ്തില്ലാന്നേ. എന്നെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഞാനും തിരിഞ്ഞു നോക്കിയില്ല. അല്ല പിന്നെ കാറ്റത്ത് പട്ടം പറത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ ആരെങ്കിലും തട്ടം പറത്തുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പിള്ളേരെന്തായാലും കൊള്ളാം, ഇതൊന്നും എന്നെ കൊണ്ട് എന്തായാലും കൂടില്ല. പിന്നെ വയറിനെ സമാധാനിപ്പിക്കാൻ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി. അപ്പോഴാണ് പറക്കാൻ മുട്ടി നിൽക്കുന്ന ഹൈഡ്രജൻ ബലൂണുകൾ കാണുന്നത്. എന്തായാലും കൊള്ളാം. പണ്ട് ബീച്ച് നായ്ക്കളെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്, എന്നാൽ ഇപ്പോൾ ആടുകളായി. എന്താ പറയുക, കലികാലം തന്നെ. ബീച്ചിന്റെ സൈഡിലെ റോഡിൽ പൊരിച്ചതും കരിച്ചതും ഉപ്പിലിട്ടതും എല്ലാം സെറ്റാണ്. എന്റെ പരാതി കേട്ടിട്ടാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു നായ ഞങ്ങളുടെ മുന്നിൽ വന്ന് നിന്നു. ഇതാണ് തട്ടമിടാത്ത ഇബിലീസ്. ഇംഗ്ലീഷിന്റെ സാറാണെങ്കിൽ ഫുൾ ട്രിപ്പ് വൈബിലാണ്. സാറ് പിന്നെ പണ്ടേ പൊളിയല്ലേ. പ്രിൻസി എന്തായാലും മോളെയും കുട്ടി എത്തിയിട്ടുണ്ട്. രണ്ടുപേരും ചേർന്ന് നമ്മളെ കളിയാക്കുകയാണ്. എന്ത് ചെയ്യാനാ, ഞാനൊരു പാവമായി പോയില്ലേ, അതുകൊണ്ട് അവർ കളിയാക്കിയോട്ടെ. പിന്നെ കുറച്ചു നേരത്തേക്ക് എനിക്ക് ഊക്കിന്റെ പെരുന്നാളായിരുന്നു. അവരെന്തായാലും ഊക്കൽ നിർത്തില്ലാന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ നേരെ വന്ന ബസ്സിലേക്ക് തന്നെ തിരിച്ചു കയറി. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? സൂപ്പർ അല്ലേ? താങ്ക് യു. ബസ്സിൽ കയറി വന്നപ്പോൾ ഒരു പുള്ളിക്കാരി നിരാശാകാമുകിയെ പോലെ അങ്ങനെ നിൽക്കുന്നു. സൂര്യൻ പോയപ്പോൾ തന്നെ ചന്ദ്രേട്ടൻ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. അതാ അങ്ങോട്ട് നോക്കൂ, അവിടെ കാണുന്നില്ലേ. പിന്നെ നേരെ വിട്ടത് ഇങ്ങോട്ടാണ്. കോഴിക്കോട് ടൗണിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ നമ്മളൊന്ന് വന്നു പോയില്ലെങ്കിൽ മോശമല്ലേ. കണക്ക് സാർ പഠിപ്പിച്ച സൈനും കോസൊക്കെ ഓർമ്മയുണ്ടോടെ? സൈനും കോസൊക്കെ മറന്നുപോയി, പക്ഷെ തീറ്റ ഇപ്പോഴും കൂടെ ഉണ്ട്. 3Dയും 4Dയും അല്ല, ഇവിടെ 16D ആനിമേഷൻ തിയേറ്ററും ഉണ്ട്. സംഭവം എന്തായാലും നല്ല വൈബാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ.